75 ലക്ഷം രൂപ വെറുതെയായി. പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ കോടത്തൂർ ആനറക്കുളം താഴ്ന്നു. മുക്കാൽ ലക്ഷം രൂപ ചെലവഴിച്ച് 2 വർഷം മുമ്പ് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ആനറക്കുളം ഇടിഞ്ഞു താഴ്ന്നു. കുളത്തിന്റെ 3 വശത്തായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഭിത്തി തകർന്നതോടെ വശങ്ങൾ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടാടൻ പാടശേഖരത്തോട് ചേർന്നുള്ള ഭിത്തിയാണ് ഏറെയും ഇടിയുന്നത്. കുളത്തിലേക്ക് ചെളിമണ്ണ് ഉയർന്നു തുടങ്ങി. കരിങ്കല്ലിന്റെ അടിഭാഗത്തെ മണ്ണ് താഴ്ന്നുപോയ കാരണമാണ് ഭിത്തി തകരുന്നതെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയത്. കുളത്തിനോട് ചേർന്നുള്ള പാടശേഖരത്തിലും വലിയ വിള്ളലുണ്ട്. അപകട സാഹചര്യം മുൻനിർത്തി കുളത്തിലെ കുളിക്കും മറ്റുള്ള പ്രവേശനത്തിനും പഞ്ചായത്ത് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. കൊട്ടിഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി കുളം നവീകരിച്ചിട്ടും ഇത്തരത്തിലുള്ള ഒരു ദുരന്തമാണ് നേരിടേണ്ടി വന്നത്. ഒരേ സമയം ജലസേചന മേഖലയും കാർഷിക മേഖലയെയും തകർക്കുന്ന ഒന്നായി കുളത്തിന്റെ ഈ ശോചനീയാവസ്ഥ മാറിയെന്ന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാർ പറഞ്ഞു. ജലസംരക്ഷണം ലക്ഷ്യമാക്കി ദേശീയ അവാർഡ് അടക്കം വാങ്ങിയ ആനറക്കുളം ഇന്നലെ പെട്ടെന്ന് ഇടിഞ്ഞു താഴുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മൈനർ ഇറിഗേഷന്റെ കീഴിൽ 75 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുളം കൊട്ടിഘോഷിച്ച് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ അത് കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ പരിസര പ്രദേശത്തെ ജല സംരക്ഷണവും പൂർണ്ണമായി തകരുന്ന രീതിയിലുള്ള ഒരു ദുരന്തത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിൽ അശാസ്ത്രീയമായ നിർമ്മാണം ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ടവരെല്ലാം അറിയിച്ചിരുന്നെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാതെ കരാറുകാരും മൈനർ ഇറിഗേഷൻ വകുപ്പും ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ദുരന്തം അവിടെ സംഭവിച്ചത്. ഈ ദുരന്തം പ്രദേശത്ത് കൃഷി ചെയ്യുന്ന അവരെ മൊത്തം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്തായാലും അടുത്ത ദിവസം ചേരുന്ന ഭരണസമിതി യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടെന്ന് നിർമ്മാണ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് കരാറുകാരും മൈനർ ഇറിഗേഷൻ വകുപ്പും നിർമ്മാണം നടത്തിയത് എന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശത്തെ തുടർന്ന് പൊന്നാനി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുളം സന്ദർശിച്ചിരുന്നു. സ്വകാര്യ വ്യക്തികൾ ഗ്രാമപഞ്ചായത്തിന് 5 വർഷം മുമ്പാണ് കുളം നിൽക്കുന്ന സ്ഥലം വിട്ടുകൊടുത്തത്. പാടശേഖരത്തിൽ വിള്ളൽ കണ്ടതോടെ ഇത് കൃഷിക്കും നാശമുണ്ടാക്കുമെന്നാണ് കർഷകർ പറയുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ കുളം നിർമ്മിച്ചതാണ് ഭിത്തി തകരാൻ കാരണമായതെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു.